നിങ്ങളുടെ വീട്ടിലൊക്കെ പൂക്കാത്ത മാവുണ്ടോ? നമുക്ക് പലപ്പോഴും മാവ് വാങ്ങിച്ചു വെച്ചാൽ പൂക്കാതെ വരും. എൻ്റെ മാവും പൂക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പൂക്കാനായിട്ട് ഒരു 2 മാസം മുമ്പ് ഒരു കാര്യം ചെയ്തിരുന്നു. അതാണ് നിങ്ങൾക്കിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുതിയ കുടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ മാവ് പൂക്കാതെ നിന്ന മാവ് കണ്ടോ, കുറേ അധികം പൂത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെയും പുതിയ പൂങ്കുലകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മുരിങ്ങയില കണ്ടോ, ഒരു എന്താ പറയുക, ഒരു കുറച്ച് 2-3 പിടി എടുക്കാം കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ശർക്കരയാണ്. ഇത് കുറച്ച് ശർക്കര, ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു 200 ഗ്രാം ശർക്കരയൊക്കെ ചേർക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ നല്ലപോലെ പുളിച്ച തൈരും കൂടെയാണ്. നമുക്ക് ഒരു മുടക്കവുമില്ല. ഇത് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, ഒരു പൈസ പോലും മുടക്കാതെ ചെയ്ത് നോക്കിയിട്ട് ഫലിക്കുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് പൂക്കാത്ത മാവുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഫലമാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. പലപ്പോഴും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഓൾ സീസൺ മാവെന്ന് പറഞ്ഞൊക്കെയാണ് എനിക്ക് തന്നത്. ഓൾ സീസണും ഇല്ല, ഒരു സീസണും ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് സൺലൈറ്റിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു 3 സാധനങ്ങൾ മാത്രം മതി. ഈ തൈരും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പ്രത്യേകിച്ചൊരു അളവൊന്നും ഇതിനകത്തൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, വേറെ വെള്ളമൊന്നും ചേർക്കരുത്. നന്നായിട്ട് കൈകൊണ്ട് നല്ലപോലെ ഞെരടി പിഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഒരു നല്ലപോലെ മൂടി, ഈച്ചയൊന്നും കയറി മുട്ടയിടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് നല്ലതുപോലെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 5 ദിവസം മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മൂടി ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് 5 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുവാണേ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. 5 ദിവസം കഴിഞ്ഞപ്പം എടുക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു 2 ദിവസം കൂടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുഴുക്കളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒരു കമ്പൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടോ, മുരിങ്ങയിലൊക്കെ കുറേ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഒന്നും അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 5 ഇരട്ടി ആക്കണം. ഇത് 1 ലിറ്റർ ഉണ്ടായിരുന്നു, ഇത് 5 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അപ്പോൾ ഞാൻ 4 ലിറ്ററും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് പ്രയോഗിക്കാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതാണ് കേട്ടോ മാവിൻ്റെ അവസ്ഥ. ഒരൊറ്റ പൂ പോലും ഇല്ല ഞാൻ ഇത് ചെയ്യുമ്പോൾ. ഇത് ഞാൻ 2 മാസം മുമ്പാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. ഇതാണ് ഓൾ സീസൺ മാവെന്ന് പറഞ്ഞ് തന്നതാണ്. പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ കായ്ക്കാറുള്ളൂ. കായ്ച്ചാലും വലിയ ഒരു കാപിടുത്തമൊന്നും ഇല്ല താനും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് വേണം, കളയൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് കളയണം. അപ്പോൾ ഇവിടെ ഇത് കളയൊന്നുമില്ല, മണ്ണൊക്കെ ഇളകിയാണ് കിടക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 2 മാവിന് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് 2 മാവാണുള്ളത്. ഇതുകൂടാതെ ഒരു മൂവാണ്ടൻ മാവും കൂടെ ഉണ്ട്, അതും ചെറിയ മാവ് തന്നെയാണ്. അത് ഇതുവരെ പൂത്തിട്ടില്ല, കാരണം 4 കൊല്ലമൊക്കെ ആയിട്ടിട്ടും വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പൊടിക്കൈകളൊക്കെ, വേറെ ഏതെങ്കിലും പൊടിക്കൈകളൊക്കെ നിങ്ങൾ പ്രയോഗിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 മാവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് പറഞ്ഞ മൂവാണ്ടൻ മാവ്. അപ്പോൾ റിസൾട്ട് ഞാൻ ഒരു മാവിൻ്റെ റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിച്ചല്ലോ. ഇത് പിന്നെ കായ്ക്കാറായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അടുത്ത ഒരു യൂസ്ഫുള്ളായ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.